നമസ്കാരം. ഓണമൊക്കെ കഴിഞ്ഞു. എല്ലാവരുടെ വീട്ടിലും നേന്ത്രപ്പഴമൊക്കെ ബാക്കിയുണ്ടാവും. അപ്പോൾ നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരച്ചാറാണ് ഇന്നെൻ്റെ സ്പെഷ്യൽ വിഭവം. ആദ്യം തന്നെ നേന്ത്രപ്പഴം 4 കീറി അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കുക. അതോടൊപ്പം ചീനച്ചട്ടി വെച്ച് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അങ്ങാടിമുളക്, കരിവേപ്പില ഇട്ടുകൊടുത്ത് അതോടൊപ്പം ചെറുതായി നുറുക്കിയ ഇഞ്ചി, പച്ചമുളക്, ചെറുതായി നുറുക്കിയ വെളുത്തുള്ളി ഇവയെല്ലാം ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം വേണമെങ്കിൽ ഉണക്കമുന്തിരി നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർക്കാം. ഉണക്കമുന്തിരിയോടൊപ്പം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇത്രയും ചേർത്ത് നന്നായി ഇളക്കുക. നമ്മൾ നുറുക്കി എടുത്ത നേന്ത്രപ്പഴ കഷ്ണങ്ങളും ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം. ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. അതോടൊപ്പം ഉപ്പ്, ശർക്കര ഇവയെല്ലാം ഇട്ടുകൊടുത്ത് മിഡിൽ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് തിളപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി.